ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ മക്കളെ നിങ്ങൾ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്നിപ്പോൾ ഷോപ്പിൽ നിന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഷോപ്പിലെത്തി പൊടി തട്ടി വെച്ചിട്ട് പൊടിയൊക്കെ ഒന്ന് തട്ടി. ഇവിടെ ഇപ്പോൾ അടിച്ചു വാരിയിട്ട് കാര്യമായിട്ട് കച്ചറൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. എന്നാലും ആ ഒരു പൊടിയൊക്കെ ഒന്ന് തട്ടി കൊടുക്കുമ്പോൾ നല്ലൊരു വൃത്തിയാണല്ലോ കാണാൻ. ഡ്രസ്സ് ഐറ്റംസ് വെച്ചിട്ടുള്ള സ്റ്റാൻഡ്, അതുപോലെ ചെരുപ്പും കാര്യങ്ങളും ആക്സസറീസും അങ്ങനെയുള്ളതൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം പൊടി തട്ടി വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അങ്ങനെ അടിച്ചു വാരലൊക്കെ തീർന്നു. ഇനി ആ മഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കാനേ ഉള്ളൂ. ഈ ഒരു 2 ചെടികളും ഷോപ്പ് ഓപ്പൺ ചെയ്ത അന്ന് മുതൽ ചട്ടിയിൽ പിടിപ്പിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അങ്ങനെ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് എന്നും രാവിലെ ഇത് നനച്ച് കൊടുക്കാറാണ്. ഇപ്പോഴത്തെ ആ ഒരു കാലാവസ്ഥയുടെ ചൂട്, നല്ല ചൂടാണല്ലേ പുറത്ത്. ഇതിൻ്റെ പൂക്കളൊക്കെ വാടിപ്പോയിട്ടുണ്ട്. ഓർക്കിഡാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് മാറ്റി ഒന്ന് നട്ടുപിടിപ്പിക്കണം. പിന്നെ ഈയിടെയായിട്ട് മല്ലിക വിത്തും അതുപോലെ വാടാർ മല്ലിയുടെ വിത്തും കൂടിയിട്ട് രണ്ടും ഒരുമിച്ച് ഇവിടെ പാകിയിട്ടുണ്ട് കേട്ടോ. അത് നല്ല പോലെ പൂക്കളൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി ഈ സ്റ്റെപ്പും മാറ്റും ഫ്രണ്ടിലൊക്കെ ജസ്റ്റ് ഒന്ന് അടിച്ചു വരാനേ ഉള്ളൂ. അവിടെ കൂടുതൽ കച്ചറൊന്നും ഉണ്ടാവാറില്ല, എങ്കിലും വെറുതെ ഒന്ന് അടിച്ചു വരികയാണ് ചെയ്യാറ്. ഇനിയിപ്പോൾ ഒരു ഷോപ്പാണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും ഫ്രണ്ടിൽ നല്ല വൃത്തിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ് അല്ലേ. എന്തായാലും ആ ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മെയിനായിട്ടുള്ള പരിപാടി ഈ ഡെമ്മിയിലെ ഡ്രസ്സുകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തെടുക്കണം. സാധാരണ ആഴ്ചകളിൽ ഒരു ദിവസമാണ് കേട്ടോ ഇതൊക്കെ ചേഞ്ച് ചെയ്യാറ്. അപ്പോൾ 2, 3, 4 ദിവസത്തെ വീഡിയോ ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. പൊതുവേ നമ്മുടെ വീട്ടിലെ ആണുങ്ങൾക്കൊക്കെ ഉള്ളൊരു പരാതിയാണ്, നമ്മൾ പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് ഡ്രസ്സൊക്കെ അണിഞ്ഞൊരുങ്ങി ഒന്ന് പുറത്തിറങ്ങി കിട്ടാൻ വേണ്ടി 2-3 മണിക്കൂർ എടുക്കും എന്നുള്ളത് ഒരു ചൊല്ലാണല്ലേ. അതുപോലെയാണ് ഇവിടെയുള്ള ഈ 4 പെണ്ണുങ്ങളുടെ അവസ്ഥ കേട്ടോ. അതിലേറെ കഷ്ടമാണ്. കാരണം ഈ ഒരു കയ്യും ഇതൊക്കെ ഒന്ന് റെഡിയായി കിട്ടാൻ ഒരുപാട് പണിയാട്ടോ. ഇതിപ്പോൾ ഈ ഒരു എഡ്ജിൽ വന്നിട്ട് ഇവിടെ ടൈറ്റ് ആയതുകൊണ്ട് ഞാനിത് തിരിച്ച് അഴിച്ചിട്ട് മാറ്റി വെക്കണം കേട്ടോ. അങ്ങനെ ഒരു കൈ ഇവിടെ അയച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മെല്ലെ താഴെ വെച്ചിട്ട് പെട്ടെന്ന് പൊട്ടി പോകട്ടെ, വെയിറ്റ് കുറവാണ്. അങ്ങനെ രണ്ടാമത്തെ കൈയും ഇതുപോലെ അയച്ചെടുക്കണം. അപ്പോൾ മക്കളെ, ഇനിയിപ്പോൾ നിങ്ങൾക്കിത് കണ്ടിട്ട് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഒന്നും കൂടെ സ്പീഡാക്കിയത്. കാരണം ഇവർ ഡ്രസ്സൊക്കെ മാറ്റാൻ ഒരുപാട് ടൈം എടുക്കുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഒരുപാട് സമയം വെച്ച് ഞാൻ ഇവരുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനിയാണ് കേട്ടോ ടെൻഷന്. കാരണം പുതിയ കളക്ഷൻസ്, ചുരിദാർ, ഹാഫ് ടോപ്പ്, ലെഗിൻസ്, അതുപോലെ പലാസ ഐറ്റംസ് ഒക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് കേട്ടോ ഈ ഒരു ഡെമ്മിയിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട്. ഞാൻ ആ ഒരു ആഴ്ചയുടെ മുമ്പ് തന്നെ ഞാനിത് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കും. ഇപ്പോൾ അടുത്തായിട്ട് ഒരുപാട് ഐറ്റം ഉടുപ്പ് കളക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ചുരിദാർ, ടോപ്പ് ഐറ്റംസ് ഏതെങ്കിലുമൊക്കെ നല്ല ഭംഗിയുള്ള മോഡൽസ് നോക്കിയിട്ട് ഈ ഡെമ്മിയിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട 2-3 ചുരിദാറൊക്കെ ഇവിടെ സെലക്ഷനായി എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊന്ന് ഡ്രസ്സ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഇവർ ഡ്രസ്സൊക്കെ അണിഞ്ഞൊരുങ്ങി അവർ റെഡിയായി നിന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താണെന്നുള്ളത് നിങ്ങളെയും കൂടെ കാണിക്കണ്ടേ. എന്നാലും അന്നത്തെ ദിവസം തന്നെ എത്തിയത് നന്നായി. അത് നിങ്ങൾക്കും കൂടെ കാണാമല്ലോ. ഫ്രോക്കാണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രോക്കാണ്. ഈ ഫ്രോക്കിൽ വ്യത്യസ്ത കളറായിരിക്കും, എന്നാലോ സ്മാള്, ലാർജ് അങ്ങനെ ആയിരിക്കും കേട്ടോ ഈ ഒരു സൈസ് വരുന്നത്. ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് കസ്റ്റമേഴ്സൊക്കെ വരുന്നുണ്ട്. പക്ഷേ അവരൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താറില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് സമയമായി. പുറത്ത് നല്ല വെയിലാണ്. ഇപ്പോൾ ഭയങ്കര ചൂടുകാലമാണല്ലേ. അങ്ങനെ ഉച്ച സമയമായപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഭക്ഷണം കഴിക്കുന്ന സമയത്തും കസ്റ്റമേഴ്സ് എത്തിയിട്ടുണ്ടായിരുന്നു.
അതിനുശേഷം കുറച്ച് സമയം ഞാൻ ഫ്രീ ആയിട്ടിരിക്കും. ആ സമയത്താണ് കളക്ഷൻസ് ഉള്ള ആളുകളൊക്കെ അധികം വരാറ് ട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നിങ്ങളായിട്ട് സംസാരിച്ചു എഡിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്ന് സമയം പോയത് അറിഞ്ഞില്ല ട്ടോ. എന്തായാലും ഞാനും പോവുകയാണ് വീട്ടിലേക്ക്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. എല്ലാവർക്കും ബൈ.